രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും ലോക കേരള സഭയുമായി സംസ്ഥാന സർക്കാർ. ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനം ജൂൺ 5, 6, 7 തീയതികളിൽ നടത്താനാണ് തീരുമാനം. കഴിഞ്ഞ വർഷത്തെ ലോക കേരള സഭ സംബന്ധിച്ച് വ്യാപക വിമർശനം നിലനിൽക്കെയാണ് വീണ്ടും സമ്മേളനം സംഘടിപ്പിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ പ്രത്യേക ചർച്ച ഉണ്ടാകും. ഈ വാർത്തയുടെ വിവരങ്ങളുമായി രശ്മി കാർത്തിക നമ്മോടൊപ്പം ചേരുന്നു. തുടർന്ന് അതിഥികളും ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം രശ്മിയിലേക്ക് പോകാം. രശ്മി, ലോക കേരള സഭ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയധികം സാമ്പത്തിക ധനപ്രതിസന്ധിയിലാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? രോഹിണി, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഓരോ വകുപ്പുകളും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അടിയന്തരമായി നടത്തേണ്ട കാര്യങ്ങൾക്കൊന്നും തന്നെ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാമ്പത്തിക മിസ്മാനേജ്മെന്റും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുമാണ് ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം. ഈ ഒരു സമയത്താണ് ഇത്തരത്തിൽ ലോക കേരള സഭ വീണ്ടും സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 4ാമത്തെ ലോക കേരള സഭയുടെ സമ്മേളനമാണ് സർക്കാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 5, 6, 7 തീയതികളിലാണ് സമ്മേളനം സംഘടിപ്പിക്കുക. സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനും വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ 3 സമ്മേളനങ്ങൾ സംസ്ഥാനത്ത് നടത്തിയിട്ടും അതിന്റെ യാതൊരു തരത്തിലുള്ള പ്രയോജനവും കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു നേട്ടവും ഇതുവരെ കേരളത്തിന് ഉണ്ടായിട്ടില്ല. അതിന് മറുപടി പറയാൻ പോലും പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. നേരത്തെ അമേരിക്കയിൽ ലോക കേരള സഭയുടെ സമ്മേളനം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നതിന് വേണ്ടി സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ടു എന്നുള്ള തരത്തിൽ അത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അമേരിക്കയ്ക്ക് ശേഷം പിന്നീട് സൗദി അറേബ്യയിലും ലോക കേരള സഭയുടെ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. സത്യത്തിൽ ലോക കേരള സഭയുടെ മറവിൽ നടക്കുന്നത് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു വിദേശ ടൂറാണെന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, അവരുടെ കുടുംബാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, സ്പീക്കർ എന്നിവർ ഉൾപ്പെടുന്ന ഒരു സംഘം ദിവസങ്ങളോളം ലോക കേരള സഭ എന്നുള്ള പേരിൽ വിദേശ യാത്ര നടത്തുന്നു. ഇതിൽ ഓരോ ഉദ്യോഗസ്ഥനും ചെലവാകുന്നത് പോലും അവരുടെ വിമാനയാത്രയുടെ ചിലവ്, താമസത്തിന്റെ ചിലവ്, ഭക്ഷണത്തിന്റെ ചിലവ്, ഇതൊക്കെ തന്നെ വലിയ ലക്ഷങ്ങളാണ് ഇതിനൊക്കെ വേണ്ടി മുടക്കുന്നത്. ഓരോ ലോക കേരള സഭയുടെ സമ്മേളനം കഴിയുമ്പോഴും 5 കോടിക്ക് പുറത്താണ് ചിലവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കണക്കുകൾ. എന്നാൽ എന്ത് നേട്ടം കേരളത്തിന് ഉണ്ടായി എന്നാൽ യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടായിട്ടില്ല. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. വിദേശ നിക്ഷേപങ്ങളൊന്നും തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനും പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുമ്പോഴാണ് ഇത്തരത്തിൽ അനാവശ്യ ധൂർത്തുമായി വീണ്ടും സർക്കാർ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ കേരളീയം പരിപാടി സംഘടിപ്പിച്ചു, നവകേരള സദസ് സംഘടിപ്പിച്ചു, പിന്നീട് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. അതിനൊക്കെ ശേഷം ഈ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി, അത് സർക്കാർ വൃത്തങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നു, പെൻഷൻ നൽകാനില്ല, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ നൽകാനില്ല, നെല്ല് സംഭരിച്ച ശേഷം കർഷകർക്ക് നൽകാൻ പണമില്ല, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പണമില്ല, ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രികളിൽ ഒരുക്കുന്നതിൽ പണമില്ല, മരുന്ന് എത്തിക്കുന്നതിന് പണമില്ല. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും തന്നെ പണമില്ലാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഈ പോലീസ് വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നതിൽ പോലും, അല്ലെങ്കിൽ സർക്കാർ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നതിൽ പോലും നിയന്ത്രണം കൊണ്ടുവന്നു. കാരണം ഇനി അവർക്ക് ഇന്ധനം നൽകില്ല എന്നുള്ളത് പമ്പ് ഉടമകൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം. 2000 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത്. അതിൽ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറച്ച വകയിൽ 200 കോടിയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ഈ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക, അല്ലെങ്കിൽ സർക്കാർ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവർക്കൊക്കെ കൂടുതൽ ഡ്യൂട്ടിയും ചെയ്യാനുണ്ട്. അതിന് പോലും ആ ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും പണം നൽകാനില്ലാത്ത സർക്കാർ, ആശുപത്രികളിൽ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് മരുന്ന് നൽകാൻ, മരുന്ന് എത്തിക്കാൻ മരുന്ന് കമ്പനികൾക്കുള്ളത് കോടികളുടെ കുടിശ്ശികയാണ്. മരുന്ന് വിതരണ കമ്പനികൾക്ക് നൽകാനുള്ളത്. ഇത്തരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്ത സർക്കാർ അത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും നിൽക്കുന്നു. ഈ വിഷയം സുപ്രീം കോടതിയിലടക്കം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ലോക കേരള സഭ എന്നുള്ള പേരിൽ ഈ ഒരു പണം ചിലവഴിക്കാൻ സർക്കാർ വീണ്ടും തീരുമാനമെടുക്കുന്നത്. ഓരോ പരിപാടി സംഘടിപ്പിക്കുന്നു. കേരളീയം പരിപാടിയാണെങ്കിലും നവകേരള സദസ് ആണെങ്കിലും മാത്രമല്ല, ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടി ഇനിയും സർക്കാർ
തുനിയുമ്പോൾ കഴിഞ്ഞ ലോക കേരള സഭകളൊക്കെ കേരളത്തിന് വേണ്ടി എന്ത് നേട്ടം കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമൊക്കെ വിദേശ പര്യടനം നടത്താനുള്ള ഒരു കാരണമായി മാത്രം ഇത് തീരുകയും അതോട് മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ന്യൂയോർക്ക് സമ്മേളനത്തിന് മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നതിന് $1 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു തുക വച്ചുകൊണ്ട് ഈ പ്രവാസികളെ മുഖ്യമന്ത്രിയുടെ അടുത്തിരുത്തുക, സീറ്റ് റിസർവ് ചെയ്യാൻ $25,000, ഇങ്ങനെയൊക്കെയുള്ളത് ഏറെ വിവാദങ്ങൾ വഹിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്കറിയാം പിന്നീട് ഇതിനൊന്നും യാതൊരു ഓഡിറ്റ് റിപ്പോർട്ടും കൃത്യമായി ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വരുന്ന വരുമാനത്തിന്റെ കണക്കുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. പ്രവാസികൾക്ക് വേണ്ടി ചിലവഴിച്ചു എന്നുള്ള ചില കള്ളക്കണക്കുകൾ മാത്രം സർക്കാർ നിരത്തുന്നു. ഈ ലോക കേരള സഭ കൊണ്ട് എന്ത് നേട്ടം കേരളത്തിനുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. ഇത്രയധികം വിവാദങ്ങൾ നിലവിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ലോക കേരള സഭയ്ക്ക് വേണ്ടി സർക്കാർ തുനിയുന്നതും. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഈ ലോക കേരള സഭ കൊണ്ടുണ്ടായിട്ടില്ല. 3 സമ്മേളനങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഓഡിറ്റ് നടത്തുമെന്നുള്ളത് സർക്കാർ പറഞ്ഞിരുന്നതാണ്. ഈ വിവരാവകാശമായി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക കേരള സഭയുടെ സമ്മേളനങ്ങൾ, അതിന്റെ വരവ് ചിലവ് കണക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ആ ചോദ്യത്തിന് വിവരാവകാശത്തിലുള്ള മറുപടി, അത് സർക്കാർ വൃത്തങ്ങൾക്ക് കൃത്യമായൊരു മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായൊരു മറുപടി നൽകാൻ നോർക്ക റൂട്ട്സിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലോക കേരള സഭ സെക്രട്ടേറിയറ്റിനും എത്ര വരവുണ്ട്, എത്ര ചിലവായി, ഇതിന്റെ കൃത്യമായ കണക്കില്ല. ഈ വിവാദങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഓഡിറ്റ് നടത്തും എന്നുള്ള കാര്യമൊക്കെ സർക്കാർ അറിയിച്ചിരുന്നെങ്കിൽ പോലും അത്തരത്തിലുള്ള യാതൊരു കണക്കും കഴിഞ്ഞ 3 സമ്മേളനങ്ങളുടെയും യാതൊരു കണക്കുകളും നോർക്ക റൂട്ട്സിന്റെയും പക്കലില്ല. അതോടൊപ്പം ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെയും പക്കലില്ല എന്നുള്ളതാണ്. ഇത് പ്രവാസികൾക്ക് വേണ്ടി നടത്തുന്ന സമ്മേളനമാണ്. ഇത്തരത്തിലുള്ള അമേരിക്കയിൽ ലോക കേരള സഭ സമ്മേളനം സംഘടിപ്പിക്കുന്ന സമയത്ത് സർക്കാർ പറഞ്ഞൊരു കാര്യം, വിദേശ നിക്ഷേപങ്ങൾ കൂടുതലായി കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും, കേരളത്തിൽ സമഗ്രമായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും, ഇത് വലിയ നേട്ടത്തിന് വഴിവെക്കും എന്നുള്ളതൊക്കെയായിരുന്നു സർക്കാരിന്റെ അവകാശവാദം. പക്ഷെ ഒരു വിദേശ ടൂർ പോയി മടങ്ങി വന്ന ഒരു പ്രതീതിയാണ് ഉള്ളത്. മുഖ്യമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ കുടുംബം ഒപ്പം പോകുന്നു, സ്പീക്കറിന്റെ കുടുംബം, മറ്റു മന്ത്രിമാരുടെ കുടുംബങ്ങൾ, ഉദ്യോഗസ്ഥർ. നോർക്കയിൽ തന്നെ ഏറ്റവും അവസാന സമയത്താണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ആ ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നത്. അതിൽ ഒരാൾക്ക് തന്നെ ഇത്ര ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ഇതിലാകെ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ തന്നെ 5 കോടിയിലധികം രൂപയാണ് ചിലവ്. അപ്പോൾ സംസ്ഥാനം ഈ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനില്ലാത്ത തരത്തിലേക്ക് അത്രത്തോളം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുമ്പോഴാണ് സർക്കാർ ഈ വീണ്ടും ഇത്തരത്തിൽ ധൂർത്ത് നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വലിയ രീതിയിൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു. അതേസമയം തന്നെ മറുവശത്ത് സർക്കാരിന്റെ ധൂർത്തും യഥേഷ്ടം തുടരുകയാണ്. രോഹിണി, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി രശ്മി കൂട്ടിച്ചേർക്കാനുള്ളത്, നമുക്കറിയാം ഇത് സാധാരണ പ്രവാസികൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരു പൊങ്ങച്ച സഭയായി മാത്രം മാറുന്ന ലോക കേരള സഭ സാധാരണ പ്രവാസികൾക്കായി, അല്ലെങ്കിൽ തൻ്റെ ആജീവനാന്തകാലം മുഴുവൻ പ്രവാസ ലോകത്ത് ചിലവഴിച്ച് അവസാനം സ്വന്തം നാട്ടിലേക്ക് വരാം എന്ന് കരുതുന്നവർക്ക് വേണ്ടി എന്ത് നീക്കിയിരിപ്പാണ് ഈ ലോക കേരള സഭ വച്ചിട്ടുള്ളത് എന്നും നോക്കിക്കാണേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഈ പ്രവാസികൾ പലരും ആത്മഹത്യ ചെയ്ത സംഭവം അത് കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്, കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്രവാസി ആത്മഹത്യയൊക്കെ. ഇവരുടെ പ്രശ്നങ്ങൾ, ഈ നിക്ഷേപം സ്വീകരിച്ചതിന് ശേഷം ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അതിനു വേണ്ടിയാണ് ലോക കേരള സഭ എന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിൽ എടുത്തു പറയാവുന്നത് ഈ ആത്മഹത്യകൾ ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ളത് പല ഘട്ടങ്ങളിലും പ്രതിപക്ഷമടക്കം സർക്കാരിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതിന് കൃത്യമായൊരു സർക്കാരിന് പറയാൻ എന്നുള്ളതാണ്. പക്ഷെ വീണ്ടും ഈ സമ്മേളനം, ഇതിപ്പോൾ 3ാം സമ്മേളനം കഴിഞ്ഞു, 4ാമത്തെ സമ്മേളനമാണ് ജൂൺ 5-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയും സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിനും ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടാകും. അതിലും സർക്കാരിന് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകും. കൂടുതൽ നിക്ഷേപങ്ങൾ വരുന്നതോടി കൂടി അത് കേരളത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ന്യായീകരണം പതിവ് പോലെ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇത് പ്രവാസികൾ രോണി സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. സ്പോൺസർഷിപ്പ് മാത്രമാണ് നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേരളത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ വിശദീകരിക്കാൻ തയ്യാറാകണം. ഈ നാളിതുവരെയായിട്ടുള്ള സമ്മേളനത്തിലെ നേട്ടങ്ങൾ പലകുറി ആവർത്തിച്ച് ചോദിച്ചിട്ടും സർക്കാർ അതിൽ യാതൊരു തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും പറയാനില്ല. നേരത്തെ ഉണ്ടായ വിവാദങ്ങളിൽ പോലും കൃത്യമായ മറുപടി, അന്ന് ഈ അമേരിക്കയിലെ തന്നെ ലോക കേരള സഭാ സമ്മേളനത്തിൽ തന്നെ ഗോൾഡ് സിൽവർ ഇങ്ങനെ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നതിന് വേണ്ടി
സ്പോൺസർഷിപ്പ്, മുഖ്യമന്ത്രിയോടൊപ്പം ഡിന്നർ കഴിക്കുന്നതിന് സ്പോൺസർഷിപ്പ്, അതിൽ ഗോൾഡ്, സിൽവർ, ബ്രൗൺ അങ്ങനെ ഉള്ള തരം തിരിച്ചാണ് സ്പോൺസർഷിപ്പ് ഒക്കെ. അതിൽ ആ ഒരു വിവാദമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട്. പിന്നീട് സൗദിയിൽ പോലും കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അനാവശ്യമായി എന്തിനാണ് ഇത്രത്തോളം ഒരു സംഘം, അത് ഒന്നോ രണ്ടോ ആളുകളല്ല ലോക കേരള സഭയുടെ പേരിൽ പോകുന്നത്. അതൊരു ഭരണം പൂർണ്ണമായി തടസ്സപ്പെട്ടാൽ പോലും അതിൽ പ്രശ്നമില്ല. കേരളത്തിന്റെ ഒരു സാഹചര്യം ഇതാണെങ്കിൽ അവിടുത്തെ ഭരണകാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെയാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം എല്ലാ വകുപ്പ് മന്ത്രിമാരും സ്പീക്കറും ഉദ്യോഗസ്ഥരും അതിനു പുറമെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെ ഓരോ കാരണങ്ങൾ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ, അങ്ങനെ ഓരോ ആളുകളെയും ലക്ഷങ്ങൾ, അതിൽ ഒരാൾക്ക് പോയി വരണമെങ്കിൽ തന്നെ വേണം ലക്ഷങ്ങൾ. അയാളുടെ വിമാനത്തിന്റെ ചിലവ്, അയാളുടെ താമസത്തിന്റെ ചിലവ്, ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ വലിയൊരു തുകയാണ് ചിലവായി വരിക. അത്തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുമായി വലിയൊരു സംഘമാണ് ഇവിടെ നിന്നും ഇത്തരത്തിൽ ലോക കേരള സഭ എന്ന പേരിൽ വിദേശ ടൂർ നടത്തുന്നതിന് വേണ്ടി പോകുന്നത്. അതേസമയം തന്നെ കേരളത്തിലെ ആ ഒരു ഭരണകാര്യങ്ങൾ മുഴുവൻ താറുമാറിലാകും. ഏതാണ്ട് 15 ദിവസത്തോളമാണ് നേരത്തെ ഇത്തരത്തിൽ ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി വിദേശ യാത്രയൊക്കെ നടത്തി മടങ്ങി വന്നതിന് ശേഷം എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ള ചോദ്യം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടിയില്ല. വിവരാവകാശ പ്രകാരം ഇതിന്റെ കണക്കുകൾ, അതായത് വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ഓരോ സമ്മേളനം സംബന്ധിച്ച് ചോദിച്ചാലും അതിൽ കൃത്യമായൊരു മറുപടി ഇവരുടെ സെക്രട്ടേറിയറ്റിനോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ നൽകാനും കൃത്യമായ മറുപടി ഒന്നുമില്ല. ഓഡിറ്റ് നടത്തും എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഒരു കൃത്യമായ കണക്കുകളും ഇവരുടെ കൈവശമില്ല. ഏതായാലും സംസ്ഥാനം സാമ്പത്തികമായി ഇത്രത്തോളം ഞെരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അനാവശ്യമായി ഇത്തരത്തിൽ ഓരോ പരിപാടികൾ സംഘടിപ്പിച്ച് കോടികൾ സർക്കാർ അനാവശ്യമായി ഇത്തരത്തിൽ ചിലവഴിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കുന്നതിനായി BJP പ്രതിനിധി ശ്രീ PR ശിവശങ്കറും ഇടത് നിരീക്ഷകൻ ശ്രീ BN ഹസ്കറും ചേരുകയാണ്. ആദ്യം ശ്രീ PR ശിവശങ്കറിലേക്ക്. ഇത്രയധികം വിവാദങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും വീണ്ടും ലോക കേരള സഭയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ജൂൺ 5, 6, 7 തീയതികളിൽ നടത്താനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക കേരള സഭയൊക്കെ എത്രത്തോളം വിവാദമുണ്ടാക്കിയെന്നും അത് കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയതും എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് മറുപടിയില്ല. പക്ഷേ വീണ്ടും ഈ ധൂർത്തിന്റെ ഈ പൊങ്ങച്ച സഭ തുടരാൻ തന്നെയാണ് ഇവർ നീക്കം നടത്തുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ ശിവശങ്കർ? എല്ലായിടത്തുമുള്ള ഇത്തരത്തിൽ ഒരു ഏകാധിപതികള് അവരുടെ ഭരണം ഏത് കാലഘട്ടത്തിലും നമ്മൾ പരീക്ഷിച്ച് നോക്കിക്കണ്ടാൽ അവരുടെ ജനങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമമോ അല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, അവർക്ക് ഏറാൻ മൂളുന്ന ആളുകളുടെ താല്പര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ചില ഭരണ പരിഷ്കാരങ്ങളും നടപടികളും, ഇതാണ് എത്രയോ വർഷങ്ങളായി ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തിലായാലും ഏകാധിപതികൾ നടത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെയും ഒരു ഏകാധിപതി തന്റെ ഭരണ നേട്ടമെന്ന് താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടും അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും കണ്ടിട്ടും കാണാതെ ഈ സംസ്ഥാനത്തിന്റെ തുച്ഛമായ ഒരു ഖജനാവിലെ അവസാനത്തെ പൈസയും എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ധൂർത്ത് കാണിക്കുന്നു. നമുക്കറിയാം, ആഫ്രിക്കയിലെ എല്ലാം ഭരണാധികാരികൾ പട്ടിണി കിടക്കുന്ന, കുടിവെള്ളമില്ലാത്ത തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർണം കൊണ്ട് ബാത്റൂമും അതുപോലെ തന്നെ സ്വർണ്ണ സ്പൂണുകളും പ്ലേറ്റുകളും ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറ്റൊരു തരത്തിൽ അവരുടെ ഒരു രാജാവ്, ഈ സംസ്ഥാനത്തിന്റെ രാജാവ് ഒരു ഭരണത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങൾ പട്ടിണി കിടക്കുകയും അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറ്റുകയും ശമ്പളം പോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാൻ പറ്റാത്ത ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ധൂർത്ത് നടക്കുന്നത് സത്യത്തിൽ ഇവർ കാനിബോൾസ് ആണ്. ഡയറക്ട്ലി ദേ ആർ നോട്ട് ഈറ്റിംഗ് ഒരു മനുഷ്യ മാംസം കഴിക്കുന്നില്ല എങ്കിൽ പോലും ജനങ്ങളുടെ പട്ടിണിയും ഇത്രയും ദാരിദ്ര്യവും മനസ്സിലാക്കിയിട്ടും, ജനങ്ങൾക്ക് പെൻഷനും ശമ്പളവും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും, സംസ്ഥാനത്ത് യാതൊരു വികസനം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ജില്ലാ ആശുപത്രിയിൽ പോലും ഒരു പാരാസെറ്റമോൾ പോലും പലപ്പോഴും ഇല്ലാതാകുന്നു, കുടിവെള്ളം ഇല്ലാതാകുന്നു. പല ജനറൽ ആശുപത്രിയിലും ജനങ്ങൾക്ക് ഭക്ഷണമില്ല, മരുന്നില്ല, അവരുടെ പണിയുന്ന പല കെട്ടിടങ്ങൾ, അവരുടെ വീടുകൾ അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല, ശമ്പളമില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുമ്പോഴും കഴിഞ്ഞ 3, 4 തവണയായി നടത്തിയിട്ടും ഒരു റിസൾട്ടും ഇല്ലാത്ത, ബാലൻസ് ഷീറ്റ് പറയുവാൻ ഇവർ പോലും മടിക്കുന്ന,
ഇത്തരത്തിലുള്ള ജനകീയ സഭകളെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ നേരത്തെ നടത്തിയ പോലെ നവകേരള സഭകളെന്നും ഇപ്പോൾ ഈ വിദേശ മലയാളികളെ വെച്ചുകൊണ്ട് അവർക്ക് ഒരു ഫോട്ടോഷൂട്ടിനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപരിപാടികൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധുനിക കാലത്തെ ഏകാധിപതിക്ക് ചേർന്ന പൂർണ്ണമായ സർവ ലക്ഷണവും ചേർന്ന ഒരു രീതിയായി ഭരണമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ എന്ത് നേട്ടമാണ് ലോക കേരള സഭ കൊണ്ടുണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക കേരള സഭ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും വരവ് ചെലവ് കണക്കുകൾ അനുസരിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം പോരെ ഇത്തരത്തിൽ ഇനി പ്രവാസികളുടെ ജീവിതം കൂടി കരുപ്പിടിപ്പിക്കാം, അല്ലെങ്കിൽ അവർ തിരികെ നാട്ടിൽ വന്നാൽ എന്തൊക്കെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാം എന്നുള്ള ചർച്ചകൾ നടത്തേണ്ടത്. സാധാരണ പ്രവാസികൾ ഇവിടെ വന്നാൽ അവൻ സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തിയാൽ അതിൽ പോലും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു, അത് തടയിടപ്പെടുന്നു. പിന്നെ എന്തിനാണ് ഈ പൊങ്ങച്ച സഭ? അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ആദരണീയനായ ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചർച്ച തുടങ്ങിയത് ഞാൻ കൃത്യമായി ആസ്വദിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഭരണാധികാരി ശ്രീ നരേന്ദ്രമോദിക്ക് എത്ര ഇണങ്ങും വിധമാണ് അദ്ദേഹം ഈ ഏകാധിപത്യത്തിന്റെ സ്വരം ഒരു ഭരണാധികാരി രാജ്യത്തോട് പറയുന്നത് എങ്ങനെയെന്ന് ഇത്ര കൃത്യമായി അദ്ദേഹം വിമർശിച്ചു കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് ചുരുക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വിമർശനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൂടി ചേരുന്നതാണെന്ന് പറഞ്ഞു വെച്ച് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലോക കേരള സഭയെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും വ്യാപകമായി നമുക്ക് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോക കേരള സഭ എന്ന് പറയുന്നത് ലോകത്താകമാനം എല്ലാ രാജ്യങ്ങളിലും മലയാളികളുണ്ട്. ഈ മലയാളികൾക്ക് ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമായി ലോക കേരള സഭ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നവരുടെ വിമർശന ബുദ്ധിക്ക് മുന്നിൽ ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്ന വസ്തുത അങ്ങ് മനസ്സിലാക്കണം. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കറിയാം മലയാളികൾ എപ്പോഴും പ്രവാസ ജീവിതം ആഗ്രഹിക്കുന്നവരും പ്രവാസത്തിലേക്ക് പോകുന്നവരുമാണ്. ഇന്ന് ആ പ്രവാസ ജീവിതത്തിന് പുതിയ മാനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ പുതിയ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനായി ലോക രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകത്തെ വികസിത രാജ്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പറന്നു പോവുകയും തിരികെ വരാതെ അവിടെ കരുപിടിപ്പിക്കുകയും ചെയ്യുന്ന മറ്റൊരു അനിതര സാധാരണമായ സാഹചര്യമാണെന്ന് മലയാളികൾ നേരിടുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം പ്രൊഫസർ നരേന്ദ്രപ്രസാദ് സാറിന്റെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്, പടിയുറങ്ങിപ്പോകുന്ന ഉണ്ണികൾ. അത് മലയാളികളുടെ പ്രവാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മലയാള എഴുത്ത് മേഖലയിൽ, മലയാളത്തെ നോവൽ മേഖലകളിൽ, കഥാമേഖലകളിൽ നിന്ന് എങ്ങനെയാണ് മലയാളികൾ പ്രവാസത്തെ സ്വാംശീകരിച്ചത് എന്ന് വിമർശന ബുദ്ധിയെ കണ്ടുകൊണ്ടിരുന്ന 1970കളുടെ തുടക്കത്തിൽ വന്ന ഒരു വിമർശന ലേഖനമായിരുന്നു. സാന്ദർഭികവശാൽ അത് പറയാനുള്ള സാഹചര്യം, പുതിയ പ്രവാസം മലയാളികൾ ആരംഭിക്കുന്നത്, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ആരംഭിക്കുന്നത് തങ്ങളുടെ ജീവിതം ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് തിരിച്ചു വരാനാവാത്ത വിധം പറിച്ചു നടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ഇതൊരു വലിയ വിമർശന ബുദ്ധിയോടുകൂടി തന്നെ നാം കാണണം. അവിടെയാണ് ലോക കേരള സഭ ഒരു വലിയ നൊസ്റ്റാൾജിക് പ്ലാറ്റ്ഫോമായി മാറുന്നു എന്ന് വേണം കരുതാൻ. കേരളത്തിലെയും മലയാളികളെയും എല്ലാ കാലത്തും അപമാനിക്കുന്നതിന് സംഘപരിവാർ മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അത് കേന്ദ്ര ഭരണം നടത്തുന്ന BJP കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും ഓരോ നിമിഷങ്ങളിലും മലയാളികളെ ഇങ്ങനെ തീർത്തും അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ച അല്ലെങ്കിൽ ഈ വിമർശനം പോലും അങ്ങനെ മലയാളിയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു ശ്രീ ബി എൻ ഹസ്കർ, എന്ത് നൊസ്റ്റാൾജിയ നൽകിക്കൊണ്ടാണ് ഈ ലോക കേരള സഭ ഇങ്ങനെ സംഘടിപ്പിച്ചതുകൊണ്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന മലയാളികളൊക്കെ തിരിച്ചു വരിക? ഇവിടെയുള്ള സംഭവ വികാസങ്ങളൊക്കെ അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നില്ലേ? പിന്നെ മലയാളിയെ അപമാനിക്കുന്നതാണ് ഈ ചർച്ച അല്ലെങ്കിൽ വിമർശിക്കുന്നത് എന്ന് താങ്കൾ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കാൻ $1,00,000, സീറ്റ് റിസർവ് ചെയ്യാൻ $25,000, പിന്നീട് 5, 10 എന്നുള്ള തുടർ കണക്കുകൾ, $1,000 വെച്ചാൽ സീറ്റ് കിട്ടുമോ എന്ന് ഉറപ്പ് പോലുമില്ല എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയുള്ള കഴിഞ്ഞ ലോക കേരള സഭ ആരെ പരിഹസിക്കുന്നതായിരുന്നു ശരിക്കും? അങ്ങ് ചോദിച്ചത് ശരിയായ ചോദ്യം തന്നെയാണ്.
അങ്ങയുടെ ചോദ്യത്തെ ഞാൻ എല്ലാ അർത്ഥത്തിലും പ്രശംസിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ലോക കേരള സഭ നടത്തുന്നതിൽ സംസ്ഥാന ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കാതെയാണ് ഈ ലോക കേരള സഭകൾ നടത്തുന്നത്. സ്വാഭാവികമായി അതിന്റെ പണം കണ്ടെത്തുന്നതിന് അതിനാവശ്യമായിട്ടുള്ള ചിലവുകൾ കണ്ടെത്തുന്നത് ഇത്തരം സ്പോൺസർഷിപ്പുകളിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരം സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിങ്ങിലൂടെ നടത്തുന്ന ലോക കേരള സഭയ്ക്ക് സംസ്ഥാന ഖജനാവിന് എന്തു സാമ്പത്തിക ബാധ്യതയാണ് വരാൻ പോകുന്നത്? ഒരു തരത്തിലും സാമ്പത്തിക ബാധ്യത വരില്ല എന്നുള്ള വസ്തുതയാണ്. മാത്രമല്ല, നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കപ്പെട്ടാൽ ആ പ്രോജക്റ്റിനെ സംബന്ധിച്ചൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തപ്പെടേണ്ടത് അനിവാര്യതയാണ്. സ്വാഭാവികമായി അത്തരം ഒരു സോഷ്യൽ ഓഡിറ്റിംഗിലേക്ക് സാഹചര്യം മാറുന്നുണ്ട്. ലോക കേരള സഭയുടെ കഴിഞ്ഞ 3 എഡിഷനുകളായി നടന്നിട്ട് ലോക കേരള സഭയിൽ എന്തുമാത്രം മാറ്റങ്ങൾ പ്രവാസ മലയാളികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സമ്പദ്ഘടനയ്ക്ക് എന്തുമാത്രം മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അങ്ങ് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി അങ്ങ് അന്വേഷിക്കേണ്ടത് കഴിഞ്ഞ ലോക കേരള സഭ അവസാനിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അതിന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് കൂടി ഓർത്തുകൊണ്ട് വേണം ഇന്ത്യ കരുതാൻ. കേരളത്തിലെ മറ്റൊന്നുകൂടി സംസ്ഥാന സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്, മേഖലാ സമ്മേളനങ്ങളുടെ ഒന്നും കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന്. അതുകൂടി സുതാര്യമാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ലേ? അല്ലെ, എല്ലാ മേഖലാ സമ്മേളനങ്ങളുടെയും കണക്കുകൾ നോർക്ക റൂട്ട്സിന്റെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായും അത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ സംസ്ഥാന സർക്കാർ പരിശോധിക്കുകയും ആ പരിശോധനയുടെ വിധേയമായി തന്നെയാണ്. ഇതിലും ഒരു ധൂർത്ത് എന്ന അംശം നമുക്ക് പറയാനാവില്ല. കാരണം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളിൽ, വികസിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളികൾ ഇവിടെ വന്ന് സാധാരണ ഗതികെട്ട രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സവിശേഷമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ലോക കേരള സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലെ സൗകര്യങ്ങൾ അത്തരത്തിൽ മികച്ചതാക്കുന്നതിന് ലോക കേരള സഭ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ കൂടി അപമാനിക്കുന്ന തരത്തിലാണ് പലപ്പോഴും വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. അവരാരും ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ എത്രത്തോളം ലക്ഷാധിപതികളാണ് എന്നുള്ളത് അറിയാം. അവരൊക്കെ കേരളത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകുന്നതെന്നും അറിയാം. ഇതൊക്കെ അവർക്ക് ചില രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലാണെന്ന് പറഞ്ഞാൽ താങ്കൾ അതിനെ എതിർക്കുമോ? കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാവരുമായും ഈ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ഒരു ബന്ധം സൃഷ്ടിക്കുക, തങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടൽ വേണമെങ്കിൽ ഇത് പിന്നീട് ഉപയോഗിക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഇവരുടെ ലക്ഷ്യം? കാരണം ഒരു വിവാദ നായിക നിയമസഭാ കോംപ്ലക്സിനകത്ത് വരെ കയറിയ ചരിത്രം നമ്മൾ മറന്നിട്ടില്ല ഇതുവരെ. അങ്ങനെയല്ലേ, നമുക്ക് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വിമർശന വിധേയമാക്കപ്പെടേണ്ടത് ലോക കേരള സഭയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനും സമ്മതിക്കും. പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ലോക കേരള സഭ ഒരു മോശം പ്രവൃത്തിയാണെന്നും അതിന്റെ എഡിഷനുകൾ മോശമായി പോയിരുന്നു എന്നും നമുക്ക് വിമർശിക്കുന്നതിനുള്ള അവകാശമില്ല. അത് അതിരുകടന്ന അഹംഭാവത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയായി മാത്രമേ നമുക്ക് അതിനെ കാണാൻ കഴിയൂ. മാത്രമല്ല, ലോക കേരള സഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കേരളത്തിനുണ്ടാക്കാൻ കഴിയുന്ന സാധ്യതകൾ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും, മാത്രമല്ല ഈ വരുന്ന പ്രതിനിധികൾ ആരും ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ അതിന് ഭക്ഷണം ഇരിക്കാനുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്നവരല്ല. അപ്പോൾ നമ്മൾ വലിയ തോതിൽ വിമർശിച്ചത് അവർക്ക് 9 കോഴ്സ് ഡിന്നറുകൾ നൽകുന്നു എന്ന അർത്ഥത്തിലുള്ള വലിയ വിമർശനം കഴിഞ്ഞ ലോക കേരള സഭയെ സംബന്ധിച്ച് ചില മാധ്യമങ്ങളും ചില വിമർശകരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അവരാരും ഇതൊന്നും കാണാതെ കിടക്കുന്നിടത്തുനിന്ന് വരുന്നതല്ല. അത് മനസ്സിലാക്കി കൊണ്ടുവേണം നമുക്ക് അങ്ങനെ വിമർശനം ഉന്നയിക്കുക. അവരുടെ പ്രതിനിധി ഫീസ് അടച്ച് ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ ഔത്സുക്യത്തോട് വരുന്നതാണ്. അവർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുമായി ചങ്ങാത്തം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഈ ലോക കേരള സഭയിൽ മാത്രം വന്ന് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ചങ്ങാത്തം ഉണ്ടാക്കാൻ കഴിയുക എന്ന് കരുതുക എത്രത്തോളം ബാലിശമായിരിക്കും അത്തരമൊരു വാദം. ശരി, അങ്ങനെയാണെങ്കിൽ വെറും 1000 രൂപയുടെ ക്ഷേമ പെൻഷൻ കിട്ടാത്ത മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്തപ്പോൾ അവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ കണക്ക് നിരത്താനായിരുന്നല്ലോ CPM-കാർക്ക് ഏറെ താല്പര്യം. അതിനുവേണ്ടി അവർ ഏതൊക്കെ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടത്തിയത്? അവർ കാണാതെ തന്നെ കിടക്കുകയായിരുന്നു. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് അങ്ങേയറ്റം വിലയുണ്ടായിരുന്നു. ആ വില ആരും മതിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. എന്തായാലും താങ്കളിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ
ലോക കേരള സഭയുടെ 4ാം സമ്മേളനമാണ് ജൂൺ 5, 6, 7 തീയതികളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ധനവിനിയോഗത്തിലെ കെടുകാര്യസ്ഥതയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ധനപ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്തതോടുകൂടി DA കുടിശ്ശിക 2 മാസത്തതൊക്കെ പെട്ടെന്ന് തന്നെ നൽകി തീർക്കാനുള്ള മുഖം രക്ഷിക്കൽ തന്ത്രമൊക്കെ സർക്കാർ പയറ്റുന്നുമുണ്ട്. എന്തായാലും ഇത്തവണത്തെ ഈ ലോക കേരള സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരസ്യം വെബ്സൈറ്റിലുള്ളത് താങ്കൾ കണ്ടു കാണാം. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അസാമാന്യ വിഭവ ശേഷിയാണ് നമ്മുടെ കൂട്ടായ്മയ്ക്കുള്ളത്. ഈ കൂട്ടായ്മയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കേരളത്തെ പുതിയ സഹസ്രാബ്ദത്തിലൂടെ, പുതിയ നൂറ്റാണ്ടിലൂടെ കാലത്തിന് ചേരും വിധം ആധുനികവത്കരിച്ചും വികസിപ്പിച്ചും ഒരു ക്ഷേമ സമൂഹവും വികസിത നാടും യാഥാർത്ഥ്യമാക്കുമെന്ന മഹത്തായ സന്ദേശമാണ് 3ാം ലോക കേരള സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ ഏതു രീതിയിലുള്ള ആധുനികവത്കരണമാണ്, ക്ഷേമ സമൂഹമാണ് കഴിഞ്ഞ ലോക കേരള സഭകളൊക്കെ നമുക്ക് നൽകിയത്? ഞാൻ അങ്ങോട്ട് വരാട്ടെ. അതിനു മുമ്പ് എനിക്ക് ഞാൻ ഹസ്കറിന്റെ ഭാഷയെ അഭിനന്ദിക്കുമ്പോൾ തന്നെ, അദ്ദേഹം എന്നെ അഭിനന്ദിച്ചിട്ടുണ്ടോ മാത്രമല്ല, അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുള്ളത്, അദ്ദേഹം ഞാൻ ഉയർത്തിയ ആരോപണങ്ങൾ ഒരിക്കൽ പോലും അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് യോജിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് അത് നരേന്ദ്രമോദിക്കാണ് ചേരുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പിണറായി വിജയന് ചേരുന്നില്ല എന്ന് പറഞ്ഞില്ല അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം അതെല്ലാം ചേരുന്നു. പിന്നെ നരേന്ദ്രമോദിക്ക് അത് ചേരുന്നില്ല ഉള്ളത് നമുക്കറിയാം. 2 കാര്യം നോക്കി, 80 കോടി ജനങ്ങൾക്ക് അരി ഫ്രീ ആയിട്ട് നൽകുവാൻ നിശ്ചയിച്ച സർക്കാർ ഏതാണ്ട് 10,000 ജനൌഷധി കേന്ദ്രങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന, അതിന് 983 കേരളത്തിൽ തുടങ്ങി. ഞാനിങ്ങനെ പറയുന്നില്ല, കാരണം ഒരു നീണ്ട നിരയായിപ്പോ ഈ ചർച്ച അങ്ങോട്ട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അത് കാരണം മരുന്നിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യം മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സേവന പ്രവർത്തനം നടത്തുന്നു. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ CPM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിചാരം മലയാളികളെ, പ്രത്യേകിച്ച് അവരുടെ വിദേശത്ത് താമസിക്കുന്ന, ഹയാത്തിലും താജിലും താമസിക്കുവാൻ കഴിവുള്ള മലയാളികളെ കൂട്ടിച്ചേർത്താൽ മാത്രമേ മലയാളികളുടെ ഐക്യപ്പെടൽ ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ മലയാളിത്തത്തിനും കേരളത്തിനും വലിയ വികസനം ഉണ്ടാവുകയുള്ളൂ. അതാണ് മലയാളിത്ത നവീകരണത്തിന്റെയും മലയാളിത്ത ഒരു വികസനത്തിന്റെയൊക്കെ ഭാഗം എന്ന് അവർ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് കേരളത്തിലെ പാവപ്പെട്ടവനെയല്ലേ? കേരളത്തിൽ ചേർത്ത് പിടിക്കേണ്ടത് അരി കിട്ടാത്തവനെയും പെൻഷൻ കിട്ടാത്തവനെയല്ലേ? അവന്റെ ഈ നവകേരള സദസ്സ് നടത്തുമ്പോൾ അവൻ നൽകുന്ന ഒരു അഭ്യർത്ഥനയും അല്ലെങ്കിൽ അവന്റെ കംപ്ലൈന്റ് പോലും നേരിട്ട് മേടിക്കാൻ മടിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും അതിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എങ്ങനെയാണ് കോടീശ്വരന്മാരോടൊപ്പം ചിരിച്ചു കളിച്ച് ഇത്രയും കോടി രൂപ മുടക്കിക്കൊണ്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ 2-3 ദിവസം ചെലവിടാൻ കഴിയുന്നത്? അപ്പോൾ ആ ഭരണ നേതൃത്വം, ഭരണയന്ത്രവും പൂർണ്ണമായി ആ സമയങ്ങളിൽ തടസ്സപ്പെടുമ്പോൾ അത് ആരെയാണ് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നത്? ഇദ്ദേഹം രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഞങ്ങൾ ഖജനാവിൽ നിന്ന് ഈ പണം എടുക്കുന്നില്ല എന്നാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇത്തരത്തിൽ ഈ ഒരു നവകേരള സദസ്സിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സഭകൾക്കും വേണ്ടി ചിലവാക്കുന്ന സ്പോൺസേഴ്സ് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായി എന്തെങ്കിലും ലാഭം ലഭിക്കാതെ ഇത്തരത്തിലുള്ള സ്പോൺസർഷിന് വേണ്ടി വന്ന് നിൽക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടിൽ ഇത്തരത്തിൽ ഫണ്ട് നൽകുമ്പോൾ അവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഫേവറിറ്റിസം നടക്കുന്നു എന്ന് ആരോപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള സഭകളെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ത്യാഗം സഹിച്ചാണ് നിങ്ങൾ നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം കേൾക്കുവാനും ജനങ്ങൾക്ക് ഭക്ഷണം നൽകുവാനും കോടികൾ ചെലവാക്കും എന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരാണോ നിങ്ങൾ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ മാസം തന്നെ വിദേശത്ത് പോയിട്ട് വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ടു വരുന്ന ആളുകൾക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അത്തരത്തിലുള്ള മലയാളികളെ, തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന് ഇവിടെ ഒരു ജീവിക്കാൻ വകയില്ലാതെ നിൽക്കുന്ന പലരും ഒരു ആറാറൊക്കെ നേരിടുന്ന ആളുകളെ, അവരെ ഒത്തുപിടിക്കുവാനായിട്ടാണ്, അവരെ ചേർത്ത് പിടിക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത്. അവിടെയാണ് മലയാള തനിമ ഉയർത്തി കാണിക്കേണ്ടത്. അതല്ലാതെ RSSനെയും BJPയെയും കുറ്റം പറഞ്ഞുകൊണ്ടല്ല മലയാള തനിമയ്ക്ക് കൂടുതൽ വേകേണ്ടതും അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതും. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഭരണ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഈ സംസ്ഥാനത്തിന് FDI ഇൻവെസ്റ്റ്മെന്റ്, ഹസ്കർ നിയമം പഠിച്ച ആളാണ്, അത്തരത്തിലുള്ള എക്കണോമിക്സും പഠിച്ച ആളാണ്. FDIയിലെ സംസ്ഥാന സർക്കാരിന്റെ നില എത്ര പരിതാപകരമാണ് പറയാൻ പറ്റുമോ? ഈ സംസ്ഥാനത്തിന്റെ പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നുള്ള ഇത് കേരളമാണ്, കേരളത്തിന്റെ ഐക്യം, കേരളത്തിന്റെ വളർച്ച, കേരളത്തിന്റെ സാമ്പത്തിക ഉന്നതി. ഈ സംസ്ഥാനത്ത് ഇത്രയേറെ നവകേരള സഭകളും അതുപോലെയുള്ള കേരള സഭകളെല്ലാം നടത്തിയിട്ടും
വിദേശത്ത് ഇത്രയേറെ ആളുകൾ സ്വന്തം അംബാസിഡറായി ലോകത്തെങ്ങുമില്ലാത്ത തരത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ലോകമെമ്പാടും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ FDI ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 1% പോലും ഇല്ലാത്തത്? ഡൽഹിയും തമിഴ്നാടും വരെ 5-3% മേടിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് UP 20 സംസ്ഥാനങ്ങൾക്ക് മുകളിൽ തങ്ങളുടെ FDI ഇൻവെസ്റ്റ്മെന്റ് മുന്നേറിയപ്പോൾ, അവർക്ക് FDI പോളിസി പുതിയ ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് 1% പോലും ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ 1% പോലും നേടിയെടുക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ PLI സ്കീമുകൾ, എല്ലാ സംസ്ഥാനങ്ങളും PLI സ്കീമുകൾക്ക് പുതിയ പുതിയ പ്രൊജക്ടുകൾ നൽകിയപ്പോൾ ഈ സംസ്ഥാനത്തിന് പ്രൊജക്ട് പോലും നൽകിയിട്ടില്ല ഈ സംസ്ഥാന സർക്കാർ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാത്ത സർക്കാർ. ഈ സർക്കാരാണോ കേരളത്തിൽ ഈ സഭകൾ ഉണ്ടാക്കിയിട്ട് മലയാളികളുടെ ഒരു നേട്ടം കൊയ്യാൻ പോകുന്നത്? ഒരു കണക്കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അസ്കർ, ഇതെല്ലാം പാവപ്പെട്ട മാസിച്ചേർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കീഴിൽ, ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഒരു ഓവർസീസ് ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് ഒപ്പിട്ട സർക്കാർ ഒരു സ്ഥാപനമാണ്. ഇറ്റ്സ് എ ലിമിറ്റഡ് കമ്പനി. ഈ ODEPC കഴിഞ്ഞ 2016 മുതൽ 17 വരെ തുടങ്ങിയിട്ട് ഈ പറയുന്ന 2023 വരെ സംസ്ഥാന സർക്കാർ തന്നെ അവരുടെ എക്കണോമിക്കൽ സർവേയിൽ കണക്ക് നൽകിയിട്ടുണ്ട് എത്ര പേരെ കയറ്റി വിട്ടു എന്ന്. എത്ര പേരായിരിക്കും? ഏതാണ്ട് 60ഓളം ജോലിക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ 5-6 വർഷമായിട്ട് 7 വർഷമായിട്ട് ഇവർ കയറ്റിവിട്ടത് 2884. കഴിഞ്ഞ വർഷം ആകെ 154 പേരെയാണ് ഇവർ കയറ്റിവിട്ടുള്ളത്. കേരളത്തിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ 10-20 ജോലിക്കാരെ വെച്ച് ഓരോ മാസവും 100 കണക്കിന് ആൾക്കാരെ കയറ്റിവിടുന്നു ജോലിക്ക്. ഈ സംസ്ഥാന സർക്കാരിന് താല്പര്യം എന്നുള്ളതിന്റെ തെളിവല്ലേ? ഈ സംസ്ഥാന സർക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് കൈക്കൂലി വാങ്ങുന്നു ഈ CPM. അതുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ സ്ഥാപനമൊക്കെ തകർക്കുന്നത്. ഇങ്ങനെ ഓരോ കാരണങ്ങളിലും വിദേശ മലയാളികളെ തീവട്ടിക്കൊള്ളയ്ക്ക് വിധേയമാക്കുന്ന, സംസ്ഥാനത്തിലെ തൊഴിലിടങ്ങളിൽ പോലും വിദേശത്തേക്ക് കയറ്റി കൊടുക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു നേതൃത്വപരമായ ഗുണപരമായ കാര്യങ്ങളും ചെയ്യാത്ത, ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ കൊണ്ട് വിദേശ മലയാളികൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത, നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പിലാക്കാത്ത ഒരു സംസ്ഥാന സർക്കാരിനെ കുറിച്ച് അസ്കറിന്റെ മലയാള ഭാഷയുടെ സർവ്വശക്തിയും എടുത്ത് പ്രയോഗിച്ചാലും അതുകൊണ്ട് അതിനെ വെള്ളപൂശാൻ കഴിയില്ല എന്ന് ഈ ചർച്ച കേൾക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും.